നമസ്കാരം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. ഈ തുടർച്ചയായ മൂന്നാം ദിവസവും ദുഃഖകരമായ അന്തരീക്ഷം തന്നെയാണ് കേരളത്തിൽ. കാരണം കുവൈറ്റ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട മലയാളികൾ അവരുടെ വീടുകളിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. പൊതുദർശനം ഇന്നലെ പല വീടുകളിലും ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇന്നും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് 4 പേരുടെയാണ്. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കോട്ടയം സ്വദേശികളായ മരിച്ച 3 പേരുടെ മൃതദേഹം മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങ് നാളെയും, പാമ്പാടി സ്വദേശി സഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരവും ചെറിയ ഒരു ആശ്വാസം ഈ വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശശിനാരായണൻ പത്തനംതിട്ടയിലുണ്ട്, വിനീഷ് കൊട്ടാരക്കരയിൽ നിന്നും, ജി ശ്രീജിത്ത് കോട്ടയത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ ചേരുകയാണ്. നമ്മൾ ഇന്നലെ അവിടുത്തെ അവസ്ഥ കണ്ടതാണ്. വലിയ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ്. പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു. മുടിയൂർക്കോണം സ്വദേശി ആകാശ് ഒരുപാട് പ്രതീക്ഷകളുമായി കുവൈറ്റിൽ പോയി ദാരുണമായി ഇത്തരം അന്ത്യം സംഭവിക്കുന്നു. എന്താണ് സംസ്കാരം സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ? ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, കുവൈറ്റിൽ മരിച്ച പന്തളം സ്വദേശി ആകാശിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്ന് രാവിലെ ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 11 മണിയോടുകൂടി വീട്ടിലെത്തിക്കും. 11 മണി തൊട്ട് പൊതുദർശനം ആരംഭിക്കും. തുടർന്ന് 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിരണം സ്വദേശി മാത്യു തോമസിലാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. കീഴ്വായ്പൂർ സ്വദേശി സിബിന്റെ മൃതദേഹം മല്ലപ്പള്ളി മാത്തൻ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെ മൃതദേഹം മൗണ്ട് സിയോൺ ആശുപത്രിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ. ഇങ്ങനെ വിവിധ ആശുപത്രികളാണ് ഇവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ ആകാശിന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. 11 മണിക്ക് പന്തളത്തെ മുടിയൂർക്കോണം വീട്ടിൽ മൃതദേഹം എത്തിക്കും. അതിനുശേഷം പൊതുദർശനം നടക്കും. അതിനുശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ തന്നെ സ്പീക്കർ ചിറ്റയം കുമാർ അടക്കം ഉള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആകാശിനെ അന്തിമോചനം അർപ്പിക്കാനും അതുപോലെ തന്നെ വീട്ടിലെ ബന്ധുക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെ നിരവധി പേര് ഇന്നലെ പന്തളത്തെ വീട്ടിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഈ ആകാശ് മരിച്ച വിവരം അറിഞ്ഞ സമയം മുതൽ വീട്ടിലെത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് പന്തളത്ത് ഉള്ളത്. 4 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. ഇന്നലെ മുരളീധരൻ നായരുടെ മൃതദേഹം ഇന്നലെ തന്നെ വാഴമുട്ടത്തെ 6 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ഈ ബാക്കിയുള്ള 4 പേരിൽ ആകാശിന്റെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. തോമസ് സുമൻ, നേപ്പാൾ സ്വദേശി തോമസ് സുമന്റെ മൃതദേഹം ഞായറാഴ്ച സംസ്കരിക്കും. സിബിൻ, സജു വർഗീസ്, മാത്യു തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ക്രമീകരിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ ഇടിഞ്ഞിലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ മോർച്ചയിലേക്ക് മാറ്റിയത്. തുടർന്ന് ഇന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. കാരണം ബന്ധുക്കൾ, ആകാശിന്റെ ബന്ധുക്കളെല്ലാം പല സ്ഥലത്തുനിന്നുള്ളവരെല്ലാം നാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഓണത്തിനോട് കഴിഞ്ഞ 8 വർഷമായി ഈ കുവൈറ്റിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആകാശ് ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുന്നാണ് അവധിക്ക് വന്ന് ഈ ഓണത്തിന് വീണ്ടും നാട്ടിലേക്ക് വരാനുള്ള സമയത്താണ് ഇത്തരത്തിലൊരു അന്ത്യം സംഭവിക്കുന്നത്. വലിയ ഒരു വിയോഗം തന്നെയാണ് ഈ ആകാശിന്റെ ഉണ്ടായി. കാരണം നാട്ടുകാരെ നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ ആദര സൂചകമായി. കാരണം ഓരോ പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടെ ഒരു നാട് മുഴുവൻ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുന്നത് കണ്ടു. രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴും സമാനമായി തന്നെ വിവിധ ആളുകൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വീട് സംരക്ഷിക്കാനായി, കുടുംബം സംരക്ഷിക്കാനായി നാട് വിട്ട് അധ്വാനിച്ച ഒരു യുവാവിന് നൽകാവുന്ന പരമാവധി ആദരാഞ്ജലികൾ ആ നാട് നൽകി എന്നല്ലേ കരുതേണ്ടത്? ഇന്നും സമാനമായി തന്നെ ഒരു നാടിന്റെ മൊത്തം വികാരവും അവിടെ പങ്കുവെക്കപ്പെടില്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ആകാശിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ഈ ഗൾഫിലേക്ക് വന്നത്. കാരണം ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിക്കുന്നു. പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലാണ് ആകാശിന്റെ സഹോദരിയും ജീവിച്ചു വന്നത്. തുടർന്നാണ് ഇപ്പോൾ ഈ ഗൾഫിൽ ജോലി കിട്ടുകയും അത്തരം ഒരു വരുമാന മാർഗത്തിലൂടെ ഗൾഫിൽ പോവുകയും വീട് വെക്കുകയും അത്തരം നല്ല രീതിയിൽ തന്നെ ഈ നാടിലെ മുടിയൂർക്കോണിലും പന്തളത്തും ഒക്കെ വലിയ രീതിയിൽ സഹകരിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയത്. കാരണം ഈ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാനിരിക്കുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ വീട്ടുകാർ പ്രാർത്ഥനയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇത്ര ഒരു അന്ത്യം സംഭവിച്ചത്. അതിന്റെ നടുക്കത്തിലാണ്
നാട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മരണം സംഭവിച്ച സമയം മുതൽ പന്തളത്തെ വീട്ടിലേക്ക്, ആകാശിന്റെ വീട്ടിലേക്ക് നിരവധി പേരാണ് ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി എത്തിയത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഈ സംസ്കാര ചടങ്ങിലും അത്തരത്തിൽ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ള നാട്ടുകാരും ഒക്കെ വലിയൊരു ജനാവലി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ നാടുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അമ്മയെ സംബന്ധിച്ച് വല്ല താങ്ങാവിനപ്പുറമാണ്. കാരണം ചെറുതായിട്ട് തന്നെ ആകാശത്ത് തന്നെ പിതാവ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ആകാശിനെ പഠിപ്പിക്കുകയും പിന്നെ ഗൾഫിലേക്ക് ജോലി തരപ്പെട്ട് പിന്നെ പോവുകയും അവിടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് സംരക്ഷിക്കും, വീട് പുതുക്കി പണിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാശ് നടത്തിയിരുന്നത്. ആ സമയത്താണ് ഇത്തരം ഒരു വിയോഗം സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുടിയോർക്ക് വേണ്ടത്തെ ഗ്രാമം മുക്തമായിട്ടല്ല. എന്തായാലും ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ, കാരണം ഈ അഗ്നിബാധയെ തുടർന്ന് മരിച്ചൊരു സംഭവമായതുകൊണ്ട് തന്നെ മൃതദേഹം കൂടുതൽ നേരം പ്രദർശനം വെക്കേണ്ട എന്നൊരു തീരുമാനമായിരുന്നു. ഇന്നലെ തീരുമാനിച്ചത് രാവിലെ ആണെന്ന് മാറ്റിയത് 11 മണിക്ക് കൊണ്ടുവരികയും 2 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യാമെന്ന് ഒരു തീരുമാനത്തിലെത്തിയായിരുന്നു. എന്തായാലും അത്തരമുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നു. എന്തായാലും ഈ കിടപ്പോണിലെ ജോസ്കോ ആശുപത്രിയിലാണ് ആകാശിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നിന്നും ഏറ്റുവാങ്ങി 11 മണിയോടുകൂടി വീട്ടിലെത്തി തുടർന്നുള്ള ചടങ്ങുകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയും ജില്ലാ ഭരണകൂടത്തിന് അതിലെ ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രമുഖ വ്യക്തികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പത്തനംതിട്ട സ്വദേശി ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉണ്ടാകും. ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ജനപ്രതിനിധികൾ, നാട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ ഉള്ളവരുടെ സ്ഥാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ നമുക്കറിയാം കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ 4 പേരുടെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുടിയൂർക്കോണം സ്വദേശിയാണ് ആകാശ് ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെയും വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കോട്ടയം സ്വദേശികളായ 3 പേരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് ആ നാടിന്. ഇന്നിപ്പോൾ എന്താണ് മറ്റു ഒരുക്കങ്ങൾ? സംസ്കാര ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായോ? എവിടെ വെച്ചാണ് ഉണ്ടാവുക? പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായോ? വിനീഷ്, രഞ്ജിത്ത്, കുവൈറ്റ് ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തെ തുടർന്ന് മരണപ്പെട്ട കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കഴിഞ്ഞ ദിവസമായിരുന്നു 4 പേരുടെ മൃതശരീരങ്ങൾ കൊല്ലത്തെത്തിച്ചത്. ഇതിൽ സുമേഷ്, ഷമീർ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നിരുന്നു. പുനലൂർ നരിക്കൽ സ്വദേശിയായ സാജൻ ജോർജിന്റെ മൃതശരീരം പുനലൂരിലെ സ്വകാര്യ മോർച്ചറിയിലായിരുന്നു എത്തിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10:30 മോർച്ചറിയിൽ നിന്നും മൊബൈൽ മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റുകയും തുടർന്ന് വിലാപയാത്രയായിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിന് ശേഷമാകും വീടിന് സമീപത്തെ ബദേൽ മർത്തോമ ചർച്ചിലാകും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അതുപോലെ തന്നെ ഈ കൊല്ലം വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോസിന്റെ മൃതശരീരം കുട്ടിയത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലായിരുന്നു ഇന്നലെ എത്തിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 8:30 മൃതശരീരം വിലാപയാത്രയായിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏകദേശം 1 മണിക്കൂർ സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതുപോലെ തന്നെ നാട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കും. തുടർന്നാകും വീടിന് സമീപത്തുള്ള IPC ബദേൽ ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിപ്പോ മതപരമായിട്ടുള്ള സംസ്കാര ശുശ്രൂഷകളാണ് ഇരുവരുടെയും നടക്കുക. അതായത് ഇതിന് ദൈർഘ്യം കുറച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മൃതശരീരങ്ങൾ നാട്ടിലെത്തിച്ചപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ടാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ബന്ധുമിത്രാദികളെല്ലാം തന്നെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇതിൽ ഈ വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോസ് അടുത്ത മാസം മകളുടെ ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. ഈ നരിക്കൽ സ്വദേശിയായ സാജൻ ജോലിക്ക് എത്തിയിട്ട് തന്നെ 1 മാസം മാത്രമേ കഴിയുന്നുള്ളൂ. ആദ്യത്തെ ശമ്പളം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ സാജൻ കൊട്ടാരക്കരയിലുള്ള ഒരു സ്വകാര്യ ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി ലഭിക്കുകയും കുവൈറ്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു മഹാദുരന്തത്തിൽ ഇരുവരും അകപ്പെടുന്നത്. അതാണ് സാഹചര്യം.
നമുക്ക് കോട്ടയത്തേക്ക് കൂടി പോകണം. കോട്ടയത്ത് സ്വദേശികളായ മരിച്ച 3 പേരുടെ സംസ്കാരം ഇപ്പോൾ മൃതദേഹം മോർച്ചറികൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ജി ശ്രീയത്തുണ്ട്. ശ്രീയത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ ആ നാട്ടിൻ്റെ അന്തരീക്ഷമൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീയത്ത് അത് എത്തിക്കുകയും ചെയ്തു പ്രേക്ഷകരിലേക്ക്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഇന്ന്. ഇപ്പോൾ നാളത്തേക്ക് സംസ്കാരം മാറ്റിവെച്ചത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ബന്ധുക്കളാരെങ്കിലും എത്താനുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത്തരം ബന്ധുക്കളുടെ അത്തരം ചില സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നാളെയും മറ്റന്നാളുമായാണ് കോട്ടയം സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ 2 സംസ്കാര ചടങ്ങുകളാണ്. അത് ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരിക്കും അവിടെ നടക്കുക. ഷിബു വർഗീസിന്റെ സംസ്കാരം നാളെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2:30 പായിപ്പാട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും. ഈ ശ്രീഹരിയുടെ മൃതദേഹം സെന്റ് ജൂഡ് ആശുപത്രി തുരുത്തിയിലും ഒപ്പം തന്നെ ഈ തിരുവല്ല സ്വകാര്യ ആശുപത്രി പുഷ്പഗിരി ആശുപത്രിയിലാണ് ഷിബു വർഗീസിന്റെ മൃതദേഹമുള്ളത്. കോട്ടയത്ത് തന്നെ മന്ദിരം ആശുപത്രിയിലാണ് സ്റ്റെഫിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഷിബു വർഗീസിന്റെ ജ്യേഷ്ഠൻ ഷിജു വർഗീസ്, അദ്ദേഹം ഈ കമ്പനി ഈ സമാനമായ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ഈ അപകടമുണ്ടായതിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം കുടുംബസമേതം മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ഈ മൃതദേഹം തിരിച്ചറിയുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഈ ഷിജുവിനെയും ഷിബുവിനെയും ഒക്കെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയ തോമസ് മാത്യു എന്നാണ് ഇവരുടെ ബന്ധുവാണ്. അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ്. അദ്ദേഹവും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെയും മൃതദേഹം ഇന്നലെ കൊണ്ടുവരികയും തിരുവല്ലയിലെയും പുഷ്പഗിരി ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വളരെ വൈകാരികമായാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ സ്വീകരിക്കുന്ന കാഴ്ച ഇന്നലെ കണ്ടത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ഇവരെല്ലാവരും നിന്നിരുന്നത്. രഞ്ജിത്ത്. ഈ ശ്രീജിത്തും വിനേഷും യശോനാരായണനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18 പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവർ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. പകലും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനി എല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ നിന്നതാണോ? എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ലോക കേരള സഭയുടെ സമ്മേളനം ഇന്ന് അവസാനിക്കും. 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗും പ്രമേയ അവതരണങ്ങളും ഇന്ന് നടക്കും. ലോക കേരള സഭയിൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ലോക കേരള സഭയുടെ പരിഗണനയ്ക്ക് വന്നത്? ഈ കുവൈറ്റ് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലം, മലയാളികളുടെ ഈ അന്യദേശങ്ങളിൽ ഉള്ള പ്രവാസികളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, ഇവർക്ക് ഈ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക, അതിനുള്ള നീക്കങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചർച്ചകളോ ഇടപെടലുകളോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
രഞ്ജിത്ത്, ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും ഒഴിവാക്കിക്കൊണ്ടാണ് ലോക കേരള സഭ സംഘടിപ്പിച്ചത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ ഏതാണ്ട് 102 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ആ സമയത്താണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നതും ആഘോഷ പരിപാടികൾ ഒഴിവാക്കി മറ്റ് ചർച്ചാ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും. അപ്പോഴും ഈ ലോക കേരള സഭയുടെ മുൻ എഡിഷനുകൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വന്നത്. നേരത്തെ ലോക കേരള സഭകൾ സംഘടിപ്പിച്ചെങ്കിലും അതുകൊണ്ട് പ്രവാസികൾക്ക് കാര്യമായ പ്രയോജനമുണ്ടായില്ല എന്നത് തന്നെയാണ്. അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന തരത്തിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാക്കാൻ പ്രവാസി സമൂഹത്തിനോ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലോ കാര്യമായ പ്രകടമായ ഒരു മെച്ചവും ഉണ്ടായിട്ടില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം ഇക്കുറിയും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സർക്കാർ ഏതാണ്ട് 3 കോടി രൂപ ആണ് ഇത്തവണ ചെലവിട്ടിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായ കണക്കുകൾ, കഴിഞ്ഞ എഡിഷനുകളുടെ കണക്കുകളടക്കം പൂർണ്ണമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സ്പോൺസർമാർ ആരൊക്കെയാണ്, ഏത് തരത്തിലാണ് ഇതിന്റെ ധനസമാഹരണം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ 3 കോടി രൂപ ചെലവിട്ടു എന്ന ചില കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. മന്ത്രിമാരുടെയോ MLA-മാരുടെയോ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാറുകൾ അതാണ് പ്രധാനമായും ഇത്തവണയും നടന്നത്. പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുനിന്നതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള സഹകരിച്ചുള്ള ഒരു നടപടികളോ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച് നിന്നുള്ള ചർച്ചകളോ ആ നിലയ്ക്കുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് MA യൂസഫ് അലി അടക്കം പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ ഈ ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല എന്നതാണ്. അതിന് ഔദ്യോഗിക വിശദീകരണമായി വന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലരുടെയും അസൗകര്യങ്ങൾ ഇത് കാരണമാണ് പങ്കെടുക്കാതിരുന്നത് എന്ന തരത്തിലുള്ള ചില വിശദീകരണങ്ങളാണ് അടക്കം പങ്കെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവർക്ക് യൂസഫ് അലി ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. രവിപിള്ള 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ സഭകളിൽ ഉണ്ടായ ചർച്ചകൾ അതിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിൽ പൂർണ്ണതോതിൽ ഈ യോഗത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ആ നിലയ്ക്ക് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പായില്ല എന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നുണ്ട്. ഇവരുടെ അസാന്നിധ്യവും ആ നിലയ്ക്ക് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ലോക കേരള സഭയുടെ സമ്മേളനം ഇന്ന് അവസാനിക്കും. ഇന്നലെ ആരംഭിച്ചിരുന്നു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഉപേക്ഷിച്ചാണ് ലോക കേരള സഭ പുരോഗമിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് സ്വീകരണം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പങ്കെടുക്കും. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു മന്ത്രിസ്ഥാനം, അതും വളരെ പ്രധാനപ്പെട്ട വകുപ്പ്. BJP പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ജോർജ് കുര്യന്റെ ഈ സ്ഥാനലബ്ധി. ഇന്ന് ആ ആവേശം ഈ സ്വീകരണ ചടങ്ങിലും സ്വീകരണ പരിപാടിയിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും KPS മേനോൻ ഹാളിലാണ് ഈ ഒരു സ്വീകരണ സമ്മേളനം നടക്കുന്നത്. അപ്രതീക്ഷിതമാണ് കോട്ടയത്തിന് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി പദവി ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നേതാവ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഘടകമാണ്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഇന്ന് എത്തുമ്പോൾ തന്നെ ഒരു സ്വീകരണം നൽകാൻ തീരുമാനിച്ചത്. ഇന്നലെ ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി ആലോചനാ യോഗങ്ങളും മറ്റും കൂടിയിരുന്നു. എങ്ങനെയാണ് പരിപാടി നടത്തണം എന്നുള്ളത്. എന്തായാലും 2 മണിയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിൽ ജോർജ് കുര്യൻ എത്തും. അതിനുശേഷം അവിടെ നിന്ന് നേരെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് 5 മണിക്ക് KPS മേനോൻ ഹാളിൽ സമ്മേളനം നടക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇന്നത്തെ ഈ സമ്മേളന വേദിയിൽ എത്തും. ജോർജ് കുര്യൻ ഇതാദ്യമായാണ് കേന്ദ്രമന്ത്രി ആയ ശേഷം സംസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നും നാളെയുമൊക്കെ അദ്ദേഹം ഇവിടെയുണ്ട്. നാളെ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും എന്ന അറിയിപ്പും ഉണ്ട്. എന്തായാലും ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവ സഭകളും കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവിൽ തന്നെ ഈ മറ്റ് പല ഇത്തരം സഭാംഗങ്ങളെയും അല്ലെങ്കിൽ അത്തരം മേലധ്യക്ഷന്മാരെയൊക്കെ കാണാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി പദവിയെക്കുറിച്ച് സീറോ മലബാർ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ആശംസകൾ പങ്കുവയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്.
എന്നുള്ളതാണ്. എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ കൂടി, ആ വോട്ട് ബാങ്കിനെ കൂടി അടുപ്പിക്കാനുള്ള ശ്രമം BJPക്ക് ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യന്റെ വരവ് ആ നിലയിൽ തന്നെ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് BJP ജില്ലാ ഘടകം. ശരി, ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50ാമത് ഉച്ചകോടി G7 ഉച്ചകോടി ജൂൺ 13 ആരംഭിച്ചത്. ഇന്ന് അത് ജൂൺ 15 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലിയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സവിശേഷത കൂടി ഈ ഒരു ഉച്ചകോടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. AI-യുമായി ബന്ധപ്പെട്ട, അതായത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ആ സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ സെഷനിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആശ്ലേഷിച്ചുകൊണ്ടാണ്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ നേരം മാർപ്പാപ്പ ചർച്ച നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നു എന്നാണ് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിവിധ വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഈ മാർപ്പാപ്പയുമായുള്ള ചർച്ചയിൽ നടന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഈ ചർച്ചയ്ക്ക് ശേഷം, ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് വിവിധ രാഷ്ട്ര തലവന്മാരുടെ മുൻപിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയം, 2070 ഇന്ത്യ കാർബൺ എമിഷൻ മുക്തമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇന്നലത്തെ ചർച്ചകളിൽ നടന്നത് AI സാങ്കേതിക വിദ്യയെക്കുറിച്ചായിരുന്നു. ഇന്നലെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായ സെഷൻ നടന്നത്. അതിനുശേഷം തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്. വിജയമായി നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം മൂന്നാമതും ഭരണനിർവഹണത്തിനുള്ള മാത്രമല്ല, ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതിൽ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളോളമായി നടക്കുന്ന ഈ യുദ്ധത്തിൽ പ്രധാനമന്ത്രി തങ്ങളുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും, സമാധാനപരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തുടരുമെന്നുമാണ് ഇന്നലെ പ്രധാനമായും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ ചർച്ച നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാർപ്പാപ്പയുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ള തരത്തിൽ വാർത്തകൾ മോദിയുടെ ഭരണകാലത്ത് തന്നെ നേരത്തെയും ഇത്തരം ക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വർഷം ഏതാണ്ട് പകുതിക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ്. മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുക എന്ന് പറയുന്നത് ഐതിഹാസികമാണ്, വലിയ ഉണർവ് പകരുന്ന ഒന്നാണ്. ഒരു മതവിഭാഗത്തെ മാത്രമല്ല, ഇന്ത്യക്കൊട്ടാകെ ലോകതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാവുന്ന ഒന്നാണ്. അത്തരം മർമ്മപ്രധാനമായ ചർച്ചകൾ മാർപ്പാപ്പയുമായി, വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമായി എന്ന് മനസ്സിലാക്കാമോ?
തീർച്ചയായും രഞ്ജിത്ത്, ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ആണ് വത്തിക്കാനിൽ പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞൊരു 3 വർഷത്തോളമായി മാർപ്പാപ്പ ഇന്ത്യയിലെത്തും എന്നുള്ള വിവരങ്ങൾ സംബന്ധിച്ച അഭ്യൂഹം നിലനിന്നിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയായിരുന്നു ഇന്നലെയോടുകൂടി. G7 ഉച്ചകോടിയിലാണ്, ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിലാണ് മാർപ്പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നലെ നടന്ന G7 ഉച്ചകോടിയിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വത്തിക്കാനുമായി എന്നും ഒരു സൗഹൃദമാണ് എന്നും കാത്തു സൂക്ഷിക്കുന്നത്. ഒരടുപ്പം വത്തിക്കാനുമായി കാത്തു സൂക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഉള്ള ശ്രമം തീവ്രമായി നടന്നിരുന്നു. അതുമാത്രമല്ല, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഒന്നും കൂടെ ചേർത്ത് നിർത്താനുള്ള, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് അത് അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുക എന്നുള്ള ശ്രമം വളരെ കുറച്ച് നാളുകളായി BJP നടത്തിപ്പോരുന്നുണ്ട്. ആ ശ്രമത്തിന് ഊർജം നൽകുന്ന ഒന്നായിരിക്കും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലടക്കം സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയൊരു പങ്ക്, 20%-ലധികം ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ക്ഷണിച്ചതും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നതുമൊക്കെ കൂട്ടിവാഴിക്കണം. ഏറ്റവും പ്രധാനമായി BJPയുടെ ഒരു വലിയ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യത്തിന് ഊർജം നൽകുന്നതായിരിക്കും മാർപ്പാപ്പയുടെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടി മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. മണിപ്പൂർ അടക്കമുള്ള ചില വിഷയങ്ങളിൽ ന്യൂനപക്ഷത്തിന് ഉള്ള അതൃപ്തി, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നതോടുകൂടി ചർച്ചയാകാം. മാർപ്പാപ്പയ്ക്കും അത് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാനുണ്ടാകും. ഇന്ത്യ സ്വീകരിച്ച ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുകയാണെങ്കിൽ. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തിരിച്ച മാർപ്പാപ്പയുമായി ഒരുപാട് കാര്യങ്ങൾ, തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാകും. എന്തായാലും അദ്ദേഹം എത്തുന്നതോടുകൂടി വലിയൊരു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ള BJPയുടെ ശ്രമങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ ഊർജം പകരാം. തീർച്ചയായും ഭവ്യയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. G7 ഉച്ചകോടി, ലോകത്ത് പല രാഷ്ട്രീയ നേതാക്കളും നിർണായകമായ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യക്കാകട്ടെ ഔദ്യോഗിക അംഗമല്ലാതിരുന്നിട്ടും ക്ഷണം ലഭിച്ചു എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. G20 ഉച്ചകോടിയിലെ തീരുമാനങ്ങളുടെ തുടർച്ചയ്ക്ക് വഴികാട്ടിയാകും G7 ഉച്ചകോടി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കൃഷ്ണേന്ദുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഇറ്റലിയിലെ മനോഹരമായ പൂയയിൽ ജൂൺ 13 മുതൽ ജൂൺ 15 വരെ നടക്കുന്ന G7 ഉച്ചകോടി ഒരു നിർണായക സമയത്താണ്. യുക്രൈനിലും ഗാസയിലും നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും, കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അങ്ങനെ G7 രാജ്യങ്ങളിലെ തന്നെ സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളും ഉൾപ്പെടെയുള്ള ഒന്നിലധികം പ്രതിസന്ധികളുമായി ലോകം പോരാടുന്ന സമയം. അതുപോലെ US പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടനിലെ ഋഷി സുനക് തുടങ്ങിയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സാഹചര്യവും. ഇന്ത്യ-ഇറ്റലി ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും സഹകരണം വിപുലമാക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്ക് പുറപ്പെട്ടത്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച G20 ഉച്ചകോടി തുടർ നീക്കങ്ങൾക്ക് G7 ഉച്ചകോടി ഊർജമാകുമെന്നാണ് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചിരിക്കുന്നത്. നടക്കാൻ പോകുന്ന G7 ഉച്ചകോടിയുടെ അജണ്ട നിലവിലെ ലോക സാഹചര്യം, മറ്റ് ആഗോള വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. G7 അംഗരാജ്യം അല്ലായിരുന്നിട്ടും ഇന്ത്യക്ക് വീണ്ടും ക്ഷണം ലഭിച്ചു. 2023 പോലെ ഇന്ത്യയെ കൂടാതെ ചില G7 ഇതര രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്. ഉച്ചകോടിയുടെ അജണ്ടകളും ഇന്ത്യക്കുള്ള ക്ഷണത്തിന്റെ കാരണങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. 6 പ്രധാന പ്രവർത്തന സെഷനുകളിലൂടെയാണ് G7 ഉച്ചകോടി ആഗോള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 1. ആഫ്രിക്ക. ആഫ്രിക്കയുടെ കാലാവസ്ഥാ വ്യതിയാനവും വികസനവും. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പ്രശ്നമായി തുടരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും G7 അംഗങ്ങൾ ആരും അവരുടെ 2030 എമിഷൻ റിഡക്ഷൻ ടാർഗറ്റുകൾ കൈവരിക്കാൻ സാധിക്കാത്ത ഇരിക്കുന്ന ഈ സാഹചര്യം കൂടുതൽ വഷളാക്കുകയായിരുന്നു. 2030 40 മുതൽ 42% എമിഷൻ കുറയ്ക്കാനാണ് G7 ലക്ഷ്യമിടുന്നത്. എന്നാൽ നിലവിലെ നയങ്ങൾ സൂചിപ്പിക്കുന്നത് 19 മുതൽ 33% കുറവ് മാത്രമേ ഉണ്ടാകൂ എന്നതാണ്.
2030കളുടെ മധ്യത്തോടെ കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുത നിലയങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ ഉച്ചകോടി. രണ്ടാമതായി മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് ഗാസ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇസ്രായേലും ഹമസും തമ്മിൽ ഉടനടി വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, ഗാസയ്ക്കുള്ള സഹായം വർദ്ധിപ്പിക്കൽ, ഇസ്രായേൽ ഗാസ നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സമഗ്രമായ സമാധാന ഉടമ്പടി എന്നിവയ്ക്കുള്ള പദ്ധതി US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ ഇതിനകം ഈ പ്രമേയം അംഗീകരിച്ചിട്ടുമുണ്ട്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ യുദ്ധം നിർത്തുന്നത് വളരെ നിർണായകമാണ്. കാരണം ആഭ്യന്തരവും അന്തർദേശീയവുമായ സമ്മർദ്ദം, എണ്ണ സമ്പന്നമായ മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് ഒരു സ്പില്ലോവർ തടയുന്നതിന്റെ ആവശ്യകത, ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പോലുള്ള കൊളാട്രൽ നാശനഷ്ടങ്ങൾ തടയുന്നതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. മൂന്നാമതായി യുക്രൈൻ സംഘർഷം. യുക്രൈനിലെ സംഘർഷം ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി തന്നെ തുടരുകയാണ്. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് കൂടുതൽ കാര്യമായ പിന്തുണ ആവശ്യപ്പെട്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും ചർച്ചകളിൽ പങ്കെടുക്കും. 300 ബില്യൺ യൂറോയുടെ മരവിപ്പിച്ച റഷ്യൻ സെൻട്രൽ ബാങ്ക് ആസ്തികളുടെ പലിശയിൽ നിന്നുള്ള ലാഭം കീവിനെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് G7 നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലാഭം $50 ബില്യൺ വരെയുള്ള വായ്പയ്ക്ക് ഈടായി ഉപയോഗിക്കുന്നത് ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തുക ഇഷ്യൂ ചെയ്യുന്നതും ആസ്തികൾ മരവിപ്പിക്കുന്നതിനുമുള്ള സാധ്യതയും സംബന്ധിച്ച സാങ്കേതിക തർക്ക വിഷയം ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്തത് മൈഗ്രേഷനുകളാണ്. വ്യക്തമായും കുടിയേറ്റം എന്നത് മെലോണി ഗവൺമെന്റിന്റെ നിർണായക അജണ്ടയാണ്. തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് നിയമപരമായ എമിഗ്രേഷൻ മാർഗങ്ങൾ വിപുലീകരിക്കുന്നതിനിടയിൽ കുടിയേറ്റങ്ങൾ തടയുന്നതിന് കർശനമായ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉച്ചകോടി മൈഗ്രേഷനുകളെ കുറിച്ചുള്ള സമഗ്ര ചർച്ചയും കുടിയേറ്റം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വിശാലമായ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യും. UK-യിലെ റുവാണ്ട നാടുകടത്തൽ ബില്ലും കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ മെലോണിയുടെ അൽബേനിയയിലെ സമാനമായ കരാറും പശ്ചാത്തലത്തിലുണ്ട്. ഇനി G7-ലെ ഇൻഡോ പസഫിക്കിന്റെ പ്രാധാന്യമാണ്. ഇൻഡോ പസഫിക് ഏരിയയ്ക്കും തന്ത്രപരമായ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു G7 അംഗമായ ജപ്പാനിന്. ഇൻഡോ പസഫിക് സാമ്പത്തിക സുരക്ഷയാണ് മറ്റൊരാശങ്ക. പ്രത്യേകിച്ച് ചൈനയുടെ വികസിക്കുന്ന സ്വാധീനമുയർത്തുന്ന തന്ത്രപരമായ വെല്ലുവിളികളുള്ള സാഹചര്യത്തിലാണിത്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ G7 അംഗങ്ങൾ സാമ്പത്തിക അവസരങ്ങൾ മുതലാക്കാനും പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ട് ഇൻഡോ പസഫിക്കിൽ കൂടുതൽ താൽപര്യവും പ്രകടിപ്പിക്കുന്നുമുണ്ട്. അടുത്തത് ആഫ്രിക്ക മെഡിറ്ററേനിയൻ പ്രശ്നങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഊർജം എന്നിവയിൽ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഔട്ട്റീച്ച് സെഷനാണ്. ഇവയൊക്കെയാണ് G7 ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകൾ. ഇനി ഇന്ത്യക്കുള്ള ക്ഷണവും പശ്ചാത്തലവും ഒന്ന് പരിശോധിക്കാം. വികസിത സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് G7. $3.94 ട്രില്യൺ GDP ഉള്ള ഇന്ത്യക്ക് കാനഡ, ഫ്രാൻസ്, ഇറ്റലി, UK എന്നീ 4 G7 അംഗങ്ങളെക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയാണുള്ളത്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യ. US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ എന്നിവയുൾപ്പെടെ ഒന്നിലധികം G7 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം അതിന്റെ പ്രാധാന്യം കൂടുതൽ അടിവരയിടുന്നതാണ്. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പങ്ക് ചൈനയ്ക്ക് എതിരും ഒപ്പം വലിയ വെല്ലുവിളിയുമാണ്. ഇറ്റലിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു. റഷ്യയുമായും നിരവധി ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുമായും ദീർഘകാല ബന്ധങ്ങൾ, സാമ്പത്തിക സുരക്ഷ, ജിയോ പൊളിറ്റിക്കൽ സ്ഥിരത, വികസനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി മാറിക്കഴിഞ്ഞു. തീർച്ചയായും ചൈനയ്ക്ക് പൊള്ളും. ഇന്ത്യയെ കൂടാതെ G7 അംഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് നിരവധി നേതാക്കളെയും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ, സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നയ്യാൻ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, കൂടാതെ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലി എന്നിവരുമുണ്ട്. ശ്രദ്ധേയമായ അന്താരാഷ്ട്ര പ്രതിനിധികളിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, IMF, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ കെനിയ, അൾജീരിയ, ആഫ്രിക്കൻ യൂണിയനിൽ ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്കും ക്ഷണമുണ്ട്.
G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം വിശദീകരിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. മറ്റൊരു വാർത്ത യൂറോ കപ്പുമായി ബന്ധപ്പെട്ടാണ്. യൂറോ കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനിക്ക്, അതായത് ജർമ്മനിയുടെ തിരിച്ചുവരവ് എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ജർമ്മനി തകർപ്പൻ വിജയം നേടി സ്കോട്ട്ലൻഡിനെതിരെ 1-5 ഗോളുകൾക്കാണ് ജർമ്മനി വന്നത്. ആതിഥേയർ അവരുടെ വരവറിയിക്കായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഫോം ഔട്ടായിരുന്നു ജർമ്മനി എന്ന നിരാശ ആരാധകർക്കുണ്ടായിരുന്നു. ജർമ്മനിക്കായി ഫ്ലോറിയാൻ വെറ്റ്സ്, ജമാൽ മ്യൂസിയാല, ഹാവർട്സ്, നിക്കോളാസ് ഫുർക്രഗ്, എംറെ കാൻ എന്നിവർ സ്കോർ ചെയ്തു. മത്സരത്തിലുടനീളം ജർമ്മനിയുടെ ആധിപത്യമായിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ലോക ഫുട്ബോളിൽ ജർമ്മൻ ഫുട്ബോളിൻ്റെ ആധിപത്യവും ജർമ്മനി നേടിയ ചേതോഹരമായ ഗോളുകൾ, ലോകകപ്പ് കിരീടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. 87-ാം മിനിറ്റിൽ ആന്റണിയോ റൂഡിഗറുടെ സെൽഫ് ഗോളോടുകൂടിയായിരുന്നു ഇത്തവണ സ്കോട്ട്ലൻഡിന് ഇത്തവണ ആശ്വാസമായത്. അങ്ങനെ ജർമ്മനിയുടെ വലിയ ഒരു തിരിച്ചുവരവിനു കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. അതിൽ പ്രധാനമായുള്ളത് ബാർക്കോഴ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായേക്കില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് അർജുന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരം ജവഹർലാലിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരിട്ട് നോട്ടീസ് കൈപ്പറ്റാത്തതിനാൽ ഇമെയിൽ അയക്കുകയായിരുന്നു. ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ സ്ഥാനത്ത് അർജുന്റെ നമ്പർ ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. ഈ ഗ്രൂപ്പിൽ നിന്നായിരുന്നു വിവാദ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അർജുൻ ചില വിശദീകരണങ്ങൾ നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞത് താൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അല്ല, അത് തൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ മൊബൈൽ നമ്പറാണ്. അദ്ദേഹത്തിന് ബാറുണ്ട്, വർഷങ്ങളായി ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അന്വേഷണം കാര്യമായി പുരോഗമിക്കുകയാണ്. മറ്റൊരു വാർത്ത, സർക്കാരിൻ്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വ്യത്യാസം. വെയർഹൌസുകളിൽ നിന്ന് ബാർ ഉടമകൾക്ക് ഓൺലൈൻ വഴി മദ്യം വാങ്ങാം എന്നുള്ളതാണ്. പുതിയ സംവിധാനം ഏർപ്പെടുത്തി ബെപ്കോ രംഗത്ത് വന്നു. ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇൻഡന്റ് നൽകണമെന്നായിരുന്നു ബെപ്കോയുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമടച്ച് ചെല്ലാനും ഇനി നേരിട്ട് ഹാജരാക്കേണ്ടതില്ല. വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ കഴിഞ്ഞ ദിവസം ബാർ ഉടമകളുമായൊക്കെ മന്ത്രിയുടെ ചർച്ച നമ്മൾ കണ്ടതാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ബാർ ഉടമകൾ ഇത്തരത്തിൽ നേരിട്ട് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ പുതിയ സംവിധാനം? ഇതിന്റെ മെച്ചം എന്തൊക്കെയാണ്? വിനോദ്, കേൾക്കാമോ? ബാർ ഉടമകൾക്ക് ഓൺലൈനായി മദ്യം വാങ്ങാം എന്നുള്ള തീരുമാനം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ബെപ്കോ പോകുന്നു എന്നുള്ളതാണ്. വെയർഹൌസുകളിൽ നിന്നാണ് ബാർ ഉടമകൾക്ക് ഓൺലൈനായി മദ്യം വാങ്ങാനുള്ളത്. ചെല്ലാനും മറ്റും നേരിട്ട് ഹാജരാക്കേണ്ട, ഇൻഡന്റ് വേണം എന്ന ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇൻഡന്റ് നൽകണമെന്നായിരുന്നു നേരത്തെയുള്ള നിയമാവലിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഒരുപക്ഷെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് സൂചന ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അത് ബാർ ഉടമകൾക്ക് സൗകര്യപ്രദമായ ഒരു തീരുമാനം കൂടിയാണ്. പലവിധ പ്രായോഗിക ബുദ്ധിമുട്ടുകളും
ഇല്ലാതാക്കുന്ന തീരുമാനമാണ് എന്ന് മനസ്സിലാകുന്നു. ഇത് വിനോദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ? ഏത് തരത്തിൽ ഇത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനാണ് നിർദ്ദേശം? രഞ്ജിത്ത്, നേരത്തെ ബാർ ഉടമകൾ വെയർഹൌസുകളിലെത്തി ഇൻഡന്റ് നൽകുകയും പിന്നീട് ബെപ്കോയുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ ചെല്ലാനടച്ച് അത് വെയർഹൌസുകളിൽ എത്തിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ബാറുകളിലേക്കുള്ള മദ്യം വാങ്ങാനുള്ള നടപടിക്രമം പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബെപ്കോ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വെബ്സൈറ്റിലൂടെ ബെപ്കോ തന്നെ പുതുതായി തയ്യാറാക്കിയ വെബ്സൈറ്റിലൂടെ ബാറുടമകൾക്ക് അവർക്കിഷ്ടമുള്ള മദ്യം വാങ്ങാം. അതിന്റെ നടപടികൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡന്റും അതോടൊപ്പം തന്നെ ഈ തുകയും ഓൺലൈൻ വഴി തന്നെ ഒടുക്കാൻ കഴിയും. കേരളത്തിൽ എവിടെയുമുള്ള വെയർഹൌസിൽ നിന്ന് അപ്പോൾ അവിടെ സ്റ്റോക്കുള്ളതിൽ താല്പര്യമുള്ള മദ്യം അത് ബാറുടമകൾക്ക് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ ഈ വെയർഹൌസുകളിൽ നേരിട്ട് എത്തേണ്ട സാഹചര്യമായിരുന്നു. പല ജില്ലകൾ ഇല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റേതെങ്കിലും ജില്ലയിൽ പോയി അവിടുത്തെ വെയർഹൌസിലാണ് ഇവർക്ക് താല്പര്യമുള്ള മദ്യമുള്ളതെങ്കിൽ അവിടെ നിന്നൊക്കെയും വാങ്ങുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട്, ഇത്രയും യാത്ര ചെയ്യുന്നതിന്റെയും മറ്റ് സാങ്കേതിക തടസ്സങ്ങളുമൊക്കെയും സമയച്ചെലവും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബെപ്കോ പോകുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സഭയിൽ ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു വി ഡി സതീശൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അതായത് ഈ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു എന്നൊരു കണക്കാണ് എക്സൈസ് മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. UDF സർക്കാരിനേക്കാൾ ഇപ്പോൾ ഉപഭോഗം കുറഞ്ഞു. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞത് ഉപഭോഗം കുറഞ്ഞതല്ല, സെക്കൻഡ്സ് മദ്യം വ്യാപകമായി ബാറുകളിലൂടെ ഒഴുക്കുന്നു. അതായത് ബെപ്കോയിൽ നിന്നല്ല മദ്യം വാങ്ങുന്നത്, മറിച്ച് ഡിസ്റ്റിലറികളിൽ നിന്ന് നേരിട്ട് മദ്യം വാങ്ങി അത് ബാറുകൾ വഴി വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുന്നു. മദ്യ ഉപഭോഗത്തിൽ കുറവുണ്ടായി എന്ന കണക്കുകൾ ശരിയല്ല എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി പുറത്തുവന്ന ബാർ ഉടമകൾ പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ആർക്ക് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ പരിശോധന നടത്താം എന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ മദ്യനയം വരുന്നതിന് മുൻപാണ് ബെപ്കോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ബാർ ഉടമകൾക്ക് ഇനി ഈ തരത്തിൽ ഓൺലൈൻ വഴി വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യം അത് ബെപ്കോ ഒരുക്കി നൽകുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഓൺലൈൻ വഴി ഗോഡൌണുകളിൽ നിന്ന്, ബെപ്കോയുടെ ഗോഡൌണിൽ നിന്ന് മദ്യം വാങ്ങാം ബാറുടമകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഉന്നതതല യോഗം കൂടി ചേരുന്നുണ്ട്. വിനോദ്, തുടരുക. പോലീസിന്റെ ഉന്നതതല യോഗം ഇന്നുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലോ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണോ ഈ റെഗുലറായി ചേരുന്ന ഒരു യോഗം എന്നതിനപ്പുറം മറ്റെന്ത് പ്രാധാന്യം കൽപ്പിക്കണം ഈ പോലീസിന്റെ യോഗത്തിന്? ഇത് 3 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ളൊരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. ഇന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് പർവേസ് സാഹിബിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. 10 മണിക്ക് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോ ആൻഡ് ഓർഡർ ADGP, ഇന്റലിജൻസ് ADGP, ക്രൈംബ്രാഞ്ച് മേധാവി തുടങ്ങി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ യോഗത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുണ്ടാ വിളയാട്ടം, നമ്മൾ എറണാകുളത്തെ കാര്യം, കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തുടർച്ചയായി ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. ഇവരുടെ സംഘങ്ങൾ കൊട്ടേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരം, ഇവർക്ക് ഗൾഫിലുള്ള ബന്ധം, വ്യവസായികളുമായുള്ള ബന്ധം, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ നാട്ടിൽ കൊട്ടേഷൻ നൽകി പിന്നീട് ദീർഘകാലമായി ഗൾഫിൽ കടന്ന് അവിടെ തുടരുന്ന ആളുകൾ, അവരുടെ ഫോൺ സംഭാഷണങ്ങൾ, പോർവിളികൾ, ഇതെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ന്യൂസ് സൈറ്റിംഗ് വഴിയാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപകമായി പരിശോധന നടത്തുകയും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും സംസ്ഥാന വ്യാപകമായി തന്നെ ഇത് വ്യാപിപ്പിച്ച് അറസ്റ്റുകളിലേക്ക്, കാപ്പ ചുമത്തുന്ന നടപടികളിലേക്ക് പോയിരുന്നു. ഒരു DYSP തന്നെ ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നുകാരനായി എത്തുന്ന നില വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴായിരുന്നു DYSP സാബു ഇത്തരത്തിൽ ഗുണ്ട നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ സാബുവിനെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയുണ്ടായി. സാബുവിന്റെ വിരമിക്കൽ സമ്മേളനത്തിന് വേണ്ടി കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള കാഴ്ചകൾ പുറത്തുവരികയും ചെയ്തു. മറ്റൊന്ന്, പോലീസിലെ ആത്മഹത്യയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. ജോലിഭാരം തന്നെയാണ്. പലപ്പോഴും ജോലിഭാരം പോലീസുകാരെ ഈ നിലയിലേക്ക് തള്ളിവിടുന്നു. മാത്രവുമല്ല, ഇവർക്ക് ഉള്ള
പ്രശ്നങ്ങൾ, ചിലർ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയ്ക്ക് അടിപ്പെടുകയും ചികിത്സ നടത്തുകയും കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുകയും ചെയ്തവരുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഉയർന്നു വരുന്നൊരു പ്രശ്നം ഈ അമിതമായ ജോലിഭാരം, മേലധികാരികളുടെ പീഡനം തുടങ്ങിയ കാര്യങ്ങളാണ്. മാത്രവുമല്ല 2 SI-മാർ അവരുടെ തസ്തിക മാറ്റി, ഒരാൾ ഹവിൽദാറായും മറ്റൊരാൾ ക്ലർക്കായും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ 2 പേരും ഇതുവരെയും എന്തുകൊണ്ട് തങ്ങൾ അങ്ങനെ ആ തസ്തിക SI തസ്തികയിൽ നിന്ന് മാറി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവരുടെ സഹപ്രവർത്തകർ പറയുന്നത് ജോലിഭാരം തന്നെയാണ്, മാനസികമായ സംഘർഷം. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസുകാർക്കിടയിൽ വ്യാപകമാക്കുന്നതിനും ഇവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ഈ വിഷയവും ഉയർന്നു വന്നേക്കാം. രഞ്ജിത്ത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഒരുപക്ഷെ പച്ചക്കറി വില വീണ്ടും വർദ്ധിച്ചേക്കാം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിൽ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് ഇതിനെ തുടർന്ന് കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പച്ചക്കറി വിലയിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കണം. ദിനവും 100 കണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. എസ് വിനേഷ് കുമാർ നേരിട്ട് പങ്കെടുക്കുന്നു. വിനേഷ്, നമുക്കറിയാം കേരളത്തിന് പ്രധാനമായും പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് ചതിച്ചാൽ അവിടെ എന്തെങ്കിലും കാർഷിക പ്രശ്നങ്ങളുണ്ടായാൽ, വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവുണ്ടായാൽ നമ്മൾ ഒരുപാട് ആശങ്കപ്പെടും. വലിയ വില കൊടുത്ത് പച്ചക്കറി വാങ്ങേണ്ടി വരും. സമാനമായ സാഹചര്യം ഇത്തവണയും ഉണ്ടാകുന്നു എന്നാണോ? എന്താണ് ആ മേഖല ഇപ്പോൾ നേരിടുന്ന പുതിയ പ്രതിസന്ധി? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പച്ചക്കറി പോകുന്നത്. അത് പാലക്കാട് വേലന്താവളം, തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം വഴിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വേലന്താവളത്ത് പോയിരുന്നു. വേലന്താവളത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് 100 കണക്കിന് ലോറികൾ ഒരു ദിവസവും പച്ചക്കറിയുമായി എത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ലോറികൾ വരുന്നില്ല. കാരണം നമുക്കറിയാം കടുത്ത വേനൽ വലിയ തോതിൽ തന്നെ തമിഴ്നാട്ടിലെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം പച്ചക്കറി ഉൽപ്പാദനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ പച്ചക്കറി ഇപ്പോൾ നാമമാത്രമായ ലോറികൾ മാത്രമാണ് ഈ വേലന്താവളത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ ഒരു വില ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തക്കാളി വില 100 കടന്നു പലയിടത്തും. അതുപോലെ തന്നെ ഈ മുളകിന്, ഉണ്ടമുളകിനും അതുപോലെ തന്നെ നീളമുള്ള മുളകിനും 100 രൂപ, 100, 120 മുതൽ 140 രൂപ വരെ വിലയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾക്കെല്ലാം പടവലം, ബീൻസ്, അമരപ്പയർ, കോളിഫ്ലവർ,
ഇങ്ങനെയുള്ള സാധനങ്ങൾക്കും എല്ലാം തന്നെ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ കൃത്യമായി പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് എത്തിയില്ലെങ്കിൽ ഇനിയും വില കൂടാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പച്ചക്കറിക്ക് സാധാരണ ഇവിടെ തദ്ദേശീയമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് പാലക്കാട് പോലുള്ള ജില്ലകളെ ഇത് കാര്യമായി ബാധിക്കില്ല. പക്ഷേ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അതുപോലെ തന്നെ എറണാകുളം പോലുള്ള ജില്ലകളിലേക്ക് പ്രധാനമായി ഇവിടുന്ന് പച്ചക്കറി പോകുന്നുണ്ട്. ഇവിടെയെല്ലാം സാധനങ്ങളുടെ വില അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും തക്കാളിക്ക് ഇപ്പോൾ പാലക്കാട് 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ തക്കാളി കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ വരെ തക്കാളിക്ക് ഇപ്പോൾ വില ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പച്ചമുളകിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പച്ചമുളകിന് 180 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 100-120 രൂപ വരെയാണുള്ളത്. 120 മുതൽ 140 രൂപ വരെ പലയിടത്തും പച്ചക്കറിക്ക് വിലയുണ്ട്, പച്ചമുളകിന് വിലയുണ്ട്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഈ പച്ചക്കറി എത്തിയില്ലെങ്കിൽ, പാലക്കാട് വേലന്താവളത്ത് പച്ചക്കറി എത്തിയാൽ അവിടെ നിന്നാണ് പല ഭാഗത്തേക്കും സപ്ലൈ ചെയ്യുന്നത്. അവിടെ പച്ചക്കറി വേണ്ട രീതിയിൽ എത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും വില കുത്തനെ ഉയരും. അത് നമ്മുടെ കുടുംബ ബജറ്റിനെ ഉൾപ്പെടെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പച്ചക്കറിയുടെ വരവ് തമിഴ്നാട്ടിൽ നിന്ന് കുറയുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പച്ചക്കറി വിലയിൽ വർധനവുണ്ടാകാനുള്ള പശ്ചാത്തലവും ഒരുങ്ങുന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU പ്രതിഷേധത്തിലേക്ക് കോഴിക്കോട് DD ഓഫീസിന് മുന്നിൽ സൂചനാ ഉപവാസ സമരം നടത്തും. സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയമാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം ഉടനെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അമിത പഠന ഭാരം വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നും +1 അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ UDF പ്രചരിപ്പിച്ചതായി ആരോപണമുയർന്ന കാഫിർ പ്രയോഗം CPMന് തന്നെ തിരിച്ചടിയാകുന്നു. CPM അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. CPM നേതാവ് KK ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വടകരയിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ചർച്ചയായ കാര്യമാണ് കാഫിർ. CPM അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക് മറുപടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ആരോപണം CPMനെ തിരിഞ്ഞുകുത്തുന്നത്? നമുക്കറിയാം, പോരാളി ഷാജിമാരെയൊക്കെ തള്ളിപ്പറയുന്ന നേതാക്കന്മാർ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ പ്രൊഫൈലുകളിൽ പ്രത്യക്ഷപ്പെട്ടതാണിത്. KK ലതികയെ പോലെ ഉള്ള ഒരാൾ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും CPMന്. രഞ്ജിത്ത്, വടകരയിലെ യൂത്ത് ലീഗ് നേതാവായ PK മുഹമ്മദ് ഹാസിമിന്റെ പേരിൽ അവരൊക്കെ ഉൾപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ചർച്ച എന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വടകരയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ഇത്തരമൊരു വാട്സാപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഷെയർ ചെയ്തിട്ടില്ല എന്ന് ഹാസിം വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഹാസിമിന്റെ ഫോണടക്കം പരിശോധിക്കുകയും ഇത്തരമൊരു മെസ്സേജ് പോയിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രചാരണ പരിപാടികളുമായി UDF നേതൃത്വം, ലീഗ് നേതൃത്വമൊക്കെ രംഗത്ത് വരികയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി നൽകി, പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇവയൊക്കെ ചെയ്തിട്ടും ഉണ്ടാവുന്നില്ലെന്ന ആരോപണം UDF മുന്നോട്ട് വെച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ കേസിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹാസിം ഒരു ഹർജി നൽകുകയും ചെയ്തു. ഈ ഹർജിയിൽ നൽകിയിരിക്കുന്ന മറുപടിയിലാണ് ഈ ഹാസിമിന് ഈ കുറ്റത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിൽ ഒരു പങ്കുമില്ല, പൂർണ്ണമായും വ്യാജമായ സ്ക്രീൻഷോട്ടാണ് ഇതെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നത്. ഇതിനെ തുടർന്നാണ് CPM ഈ സൈബർ പേജുകളെ അല്ലെങ്കിൽ സൈബർ പോരാളികളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകിയത്. ഇതിൽ അമ്പാടിമുക്ക് സഹാക്കൾ എന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമായതെന്ന് പോലീസ് പറയുന്നു. വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും അപ്പോഴേക്കും പലയിടങ്ങളിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പരന്നു കഴിഞ്ഞിരുന്നു. പ്രമുഖ നേതാക്കൾ KK ലതിക അടക്കമുള്ള പല നേതാക്കളും ഈ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്തു. അവരുടെ ഫേസ്ബുക്ക് പേജിലും മറ്റുമൊക്കെ ഉപയോഗിച്ചു. വാട്സാപ്പുകളിലൂടെയും മറ്റുമൊക്കെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഈ പോരാളി ഷാജി അടക്കമുള്ള പേജുകൾ, അതിൻ്റെ അഡ്മിൻ ആര് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തി വരികയാണ് എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഫേസ്ബുക്കിന് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിനെ സമീപിച്ചെങ്കിലും അവർ നീക്കം ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ആദ്യം മുതൽ
മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ പ്രചാരണവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. അതുകൊണ്ട് അവർ വലിയ പ്രതിരോധത്തിലേക്ക് ആദ്യഘട്ടത്തിൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും ഇതിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ചുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ തീർച്ചയായും ഈ LDF അല്ലെങ്കിൽ CPM-ന്റെ സൈബർ പേജുകളിലേക്ക്, ഇത് ഔദ്യോഗികമായ പേജുകളല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം MV ജയരാജൻ പോലും പറയുകയുണ്ടായി, പലപ്പോഴും ഇത്തരം പേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആദ്യം പാർട്ടി അനുകൂലമായ പല സന്ദേശങ്ങളും ഇതിൽ വരും, പല ചിത്രങ്ങളും വരും. ഇത് കണ്ട് പാർട്ടി പ്രവർത്തകർ പോലും അല്ലെങ്കിൽ നേതാക്കൾ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും പിന്നീട് ക്രമേണ പാർട്ടി പ്രവർത്തകരുടെ വിശ്വാസം ഏറ്റുവാങ്ങിയ ശേഷം ഈ പേജുകൾ മറ്റു തരത്തിലേക്ക് ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയുണ്ട്. അതുകൊണ്ട് പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തണം എന്ന് പോലും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും അതുമായി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണം പോലീസ് അല്ലെങ്കിൽ പാർട്ടിയുടെ ക്രമങ്ങളെയും നമുക്ക് കാണാൻ കഴിയുക. പതിവായി തന്നെ CPM അനുകൂല സാമഗ്രികൾ വരുന്ന ഇടമാണ് ഈ അമ്പാടിമുക്ക് സഹാക്കളും പോരാളി ഷാജി. എന്തായാലും ഈ രണ്ട് പേജുകളെക്കുറിച്ചും കൃത്യമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CPM-ന് തന്നെ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, മറ്റൊരു വാർത്തയിലേക്ക്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ED സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് EDയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതികൾ നേരത്തെയുണ്ട്. പോലീസ് കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ EDയും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? രഞ്ജിത്ത്, ഇന്നലെയാണ് സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പറവ ഫിലിംസിന്റെ നിർമ്മാതാക്കളും നേരത്തെ മറ്റൊരു നിർമ്മാതാവായ ഷോൺ ആന്റണിയെ നേരത്തെയും ED ചോദ്യം ചെയ്തിരുന്നു. പരാതി, അതായത് സിനിമയിൽ 7 കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവീതം നൽകിയില്ലെന്ന് ആരോപിച്ചിട്ട് അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം തുടങ്ങിയത്. EDയുടെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇനിയും വീണ്ടും ഷൗബിനെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നിർമ്മാതാക്കൾ ഈ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്നാണ് റിപ്പോർട്ടിൽ കാണിച്ചത്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചിരുന്നു. 22 കോടി രൂപയാണ് സിനിമയ്ക്കായി ചെലവായതെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. പക്ഷെ അത് കള്ളമാണ്. 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ലെന്ന് നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകണം. അവിടെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ രണ്ടുപേരെയും കാണാം. തൃശ്ശൂരിലെ BJPയുടെ നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പമുണ്ട്. മുരളി മന്ദിരത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി. മുരളി മന്ദിരത്തോട് ചേർന്ന് നിൽക്കുന്ന കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ, പത്മജയുടെ പാർട്ടി മാറ്റവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ സംഭവിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് മുരളീധരൻ്റെയൊക്കെ പ്രതികരണം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതുകൂടി ചേർത്ത് വായിക്കണം. ഏതായാലും കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പത്മജ വേണുഗോപാൽ അവിടെയുണ്ട്. സമീപത്ത് തന്നെയാണ് ഭാര്യ കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപം ഉള്ളത്. അവിടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെയും ദൃശ്യങ്ങളിൽ കാണാം. സമീപകാല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയത്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ പിന്തുണ പ്രഖ്യാപിച്ചത്. തൃശ്ശൂരിൽ മത്സരിച്ചത് കെ മുരളീധരൻ, കെ കരുണാകരൻ്റെ മകൻ പത്മജയുടെ സഹോദരനായിരുന്നു. 3ാം സ്ഥാനത്തേക്ക് മുരളീധരൻ തള്ളപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. സുരേഷ് ഗോപി ഏതാണ്ട് 78,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വലിയ വിജയം സ്വന്തമാക്കി. അതിനുശേഷം അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കെ നായരുടെ വീട്ടിലെത്തിയിരുന്നു. ഭാര്യയും കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ മുഴുവൻ അദ്ദേഹം ഈ കുവൈറ്റിൽ മരിച്ച അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയായിരുന്നു, അവർക്ക് ആശ്വാസം പകരുകയായിരുന്നു. ഇന്നിപ്പോൾ ചില പരിപാടികളിൽ കാര്യമായ മാറ്റമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണുള്ളത്. ചില സ്വീകരണ പരിപാടികളിലൊക്കെ ഇന്നലെ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷേ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ
കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുമ്പാണ് സുരേഷ് ഗോപി ഈ മുരളി മന്ദിരത്തിലെത്തിയത്. മുരളി മന്ദിരത്തോട് ചേർന്നാണ് ഈ സ്മൃതി മണ്ഡപങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. കെ കരുണാകരനും ഭാര്യ കല്യാണിക്കുട്ടിയമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്മൃതി മണ്ഡപത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത്. തൃശ്ശൂരിലെ BJP പ്രവർത്തകർ, നേതാക്കളൊക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും അവിടെ സന്നിഹിതയാണ്. പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം തിരിച്ച് പോവുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ ചില പരിപാടികളിൽ സുരേഷ് ഗോപി ഒരുപക്ഷെ പങ്കെടുത്തേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വീകരണ പരിപാടികളടക്കം ഇന്നലെ അദ്ദേഹം ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഏറ്റവും ഉറപ്പുള്ളത് അമ്മ എന്നാണ് ഞാൻ രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ, ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അവരോടൊന്നും അവമര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും. ആ നിലയിലൊരു സഹവർത്തിത്വം, ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ
ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിന് ചോദ്യങ്ങളൊന്നുമില്ല. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല. ദയവേത് ക്ഷമിക്കണം. കേന്ദ്രമന്ത്രി നയനാർ സഖാവിൻ്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ്. അതുടയാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അതിനൊരിക്കലും രാഷ്ട്രീയ മാനം കാണേണ്ടതില്ല. എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയാണ്. അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കോളൂ. വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളൂ. പക്ഷെ എന്നെ അതിന്റെ കീഴിലാക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന 2019 ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മ ചേച്ചിയോട് അപേക്ഷിച്ചതാണ്. പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം, ഉത്തരവാദിത്വം ആ നായമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് അത് പാടില്ല സുരേഷ്, തെറ്റല്ല. എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും? എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു, ഇത്രയും കാലം മാനിച്ചു. പക്ഷെ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. അത് പക്ഷേ പത്മ ചേച്ചിക്കോ മുരളിച്ചേട്ടനോ ഒന്നും അത് തടയാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്കത് ഈശ്വരൻ അരുളി ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു. ആ വികാരത്തെ മലിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത്. എനിക്ക് ഇതിനുള്ള അനുവാദം തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് മുതിരരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത്. വികസന കാര്യത്തിൽ ലീഡർ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒട്ടേറെ വികസന പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഭരണപരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം പിന്തുടരും? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദൈവസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാം. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും. കോൺഗ്രസുകാർക്ക് കരുണാകരനെ കൂടിയാണ് സന്ദർശനം. ഞാൻ പറഞ്ഞു ഇതെല്ലാം കേരളത്തിൽ തന്നെ ചെന്നിട്ടറിക്കും. കേരളത്തിന് അത് തൃശ്ശൂരിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഗാ പ്രൊജക്ട് അങ്ങനെ മനസ്സിലുള്ള എന്താണ്? ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലല്ലേ, അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആയത് അല്ലേ? പെട്ടെന്ന് ഉടനെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ്. അതിന് ജില്ലാ അടിസ്ഥാനത്തിൽ
മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട്. അവരതിനു വേണ്ടി അടികൂടും, കടിപിടി കൂടും, അതെല്ലാം അവരുടെ അവകാശമാണ്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത, കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം ഒരു ഡ്രക്കോണിയൻ ഷേപ്പ് എടുക്കൽ. അതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട്. അതിനകത്ത് പ്രാദേശികത ഇല്ല. ഞാൻ തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി തന്നെയാണ് മുൻക്രിയ പരിഗണന. അത് 2015 രാജ്യസഭാ MP ആവുന്നതിന് 1 വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡയെ അറിയിച്ചതും 3 തവണ മുഖ്യമന്ത്രിയാണെന്ന് കണ്ട് ആ ആവശ്യം ഉന്നയിച്ചതുമാണ്. ഒരു സ്ഥലപ്പേര് പറഞ്ഞ് എനിക്കറിയാം ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. അവിടെയുള്ളതും മലയാളി സഹോദരങ്ങളാണ്. അവിടെയും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി ആ പ്രദേശവാസികളും കുറച്ച് ഗുണപ്പെടട്ടെ. പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ. സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത ഒരു പിടിച്ചുപറിയിൽ ചെന്ന് അവസാനിക്കും. നിലവിലെ കൊച്ചി മെട്രോ മാറി അങ്കമാലി മണ്ണുത്തി പുതിയ മെട്രോയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? സാധ്യത എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെ തുടങ്ങും. ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് അവിടെ എത്തണം. ഒരു MP ആയിട്ട് അത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായ ഒരു ഉത്തരവാദിത്വമുള്ള പൗരനെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ആവശ്യം ആഴത്തിൽ അവിടെ പതിപ്പിക്കും. അതിനു വേണ്ടുന്ന ഫീസിബിലിറ്റി സ്റ്റഡി, എക്കണോമിക് ഫീസിബിലിറ്റി, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ സംവിധാനത്തിന് എവിടെ വരെ എത്തിയാലാണ്. പിന്നെ ഈ നയം എന്നൊക്കെ പറയുന്നത്, ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയുടെ ഭാഗമല്ല, മറ്റൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനൊരു നയം അന്ന് മാറ്റി കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹരിയാന ഭാരതത്തിലാണ്, NCRം ഭാരതത്തിലാണ്, ഡൽഹി മെട്രോ റെയിൽ കണ്ടുപിടിച്ച ഒരു ഇപ്പോൾ സംസ്ഥാനം, പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനം, പ്രത്യേക രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്ന് തന്നെ പറയാം. അപ്പം നയം രാജ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുക, പ്രാദേശികമായിട്ടല്ല. പ്രാദേശികമായിട്ടുണ്ടായിരുന്ന നയങ്ങളെല്ലാം തച്ചുടച്ച ഒരു ഗവർണൻസാണ് നരേന്ദ്രമോദി ഗവർണൻസ്. ആർട്ടിക്കിൾ 370 അടക്കം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഈ കാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ വളരെ ഒരിക്കലുമില്ല. ഞാൻ ഇവിടുത്തെ സർക്കാരിന്റെ നടപടികളെയോ അവരുടെ നയങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഒരു ജനകീയ നയമാണ്. ഒരുപക്ഷെ റെയിലിന്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയനൊമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതല്ലേ. അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത്? ആർജവമുണ്ടെങ്കിൽ 2 ലൈന് കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം. 2 ട്രാക്ക് കൂടി കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരതിന്റെ ഇന്റർമിറ്റന്റ് സർവീസസ് ഉണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. മെട്രോ റെയിലിന് തുല്യമായി 2 സിറ്റി അല്ലെങ്കിൽ 3 സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമിറ്റന്റ് സർവീസ്. അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും. പക്ഷെ അന്നേരം പിന്നെ ചില മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കുന്നത്. കേരളയിൽ അടഞ്ഞ അധ്യായമാണ് അത് നിങ്ങൾ അന്വേഷിച്ച് പറയുക. അല്ല, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഞാൻ റെയിൽ മന്ത്രിയല്ല. വേണ്ട, കേന്ദ്രമന്ത്രിയാണല്ലോ.
റെയിൽ മന്ത്രിയല്ല, കേന്ദ്രമന്ത്രിയാണല്ലോ. പക്ഷെ അങ്ങനെ വകുപ്പ് വിട്ട് വകുപ്പിലേക്ക് കേരളത്തിന്റെ ആവശ്യമാണോ? കേരള ആവശ്യമാണോ? കേരളത്തിന് കേരള ആവശ്യമാണോ? വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതി ദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. ആ ഫ്ലഡിന്റെ ഒരു ജിയോമെട്രിയും എർഗണോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കും. സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സംവിധാനം എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തിന് ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നു. ഒപ്പം മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൃശ്ശൂരിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗം തീരുമാനമുണ്ടാകും, നീക്കങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. സുരേഷ് ഗോപി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50ാമത് ഉച്ചകോടി G7 ഉച്ചകോടി ജൂൺ 13 ആരംഭിച്ചത്. ഇന്ന് അത് ജൂൺ 15 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലിയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സവിശേഷത കൂടി ഈ ഒരു ഉച്ചകോടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. AI-യുമായി ബന്ധപ്പെട്ട, അതായത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ആ സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ സെഷനിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആശ്ലേഷിച്ചുകൊണ്ടാണ്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ നേരം മാർപ്പാപ്പ ചർച്ച നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള ഹജ്ജ് കർമ്മത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. 25 ലക്ഷത്തോളം ഹാജിമാരാണ് അറഫയിൽ ഒത്തുചേരുക. 18,000 മലയാളികളടക്കം 1.25 ലക്ഷം ഇന്ത്യക്കാരും അറഫയിലേക്കെത്തും. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് അറഫ സംഗമം നടക്കുക. ബക്രീദ് ആഘോഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർപ്രൈസ് ഒരുക്കി സ്കൂൾ പ്രിൻസിപ്പാൾ, വണ്ടൂർ ഓട്ടൺ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ NP ദിവ്യയാണ് തന്റെ 50ാം വയസ്സിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊപ്പം പുതുമണവാട്ടിയായി സർപ്രൈസ് ഒരുക്കിയത്. പുതുമണവാട്ടിയുടെ വേഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആദ്യമൊന്ന് അമ്പരന്നു. സാധാരണ കാണുന്ന ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി മുഖത്ത് പുഞ്ചിരിയും അല്പം നാണത്തോടെയുമാണ് പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് മുന്നിലെത്തിയത്. ആഘോഷങ്ങളിൽ കുട്ടികൾക്കൊപ്പം ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിൻസിപ്പൽ അധ്യാപകരോട് പോലും പറയാതെ സർപ്രൈസ് ഒരുക്കിയത്. ഈ പ്രാവശ്യത്തെ ബക്രീദ് ഓട്ടൺ സ്കൂളിൽ ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നി. കുട്ടികളുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് തന്നെ ആ ബക്രീദ് ആഘോഷിക്കാമെന്ന് തോന്നി. എൻ്റെ കൂടെ ഉള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെന്നോട് വന്ന് പറഞ്ഞു, മാഡം മണവാട്ടി ആവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ഞാൻ മണവാട്ടി ആവാം എന്ന് പറഞ്ഞത്.
പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഒരുക്കി തന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ സർപ്രൈസ് വേഷപ്പകർച്ചയിൽ കുട്ടികളും അധ്യാപകരും അത്ഭുതപ്പെട്ടിരിക്കെ ബക്രീദ് ആഘോഷം വർണ്ണാഭമാക്കിയതിന്റെ ആവേശത്തിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ NP ദിവ്യ. ന്യൂസ് 18 മലപ്പുറം. ഉന്നത വിദ്യാഭ്യാസം നേടാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നുവെന്ന് പ്രവാസി സർവേ. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കാനായി കേരളം വിട്ടത്. 20.2 ലക്ഷം മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്നതെന്നും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേയിൽ വ്യക്തമാകും. ലോക കേരള സഭയിൽ പ്രകാശനം ചെയ്ത കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് കാര്യമാക്കാതെ ഉന്നത പഠനത്തിനായി മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ 2 ലക്ഷം വിദ്യാർത്ഥികളിൽ 45.6% പെൺകുട്ടികളാണ്. 2018 ഇത് 1.29 ലക്ഷമായിരുന്നു. 152 രാജ്യങ്ങളിലായി 20 ലക്ഷത്തിലേറെ മലയാളികളാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇതിൽ 19.1% സ്ത്രീകളാണ്. ഇവരിൽ 40%വും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവാസികളായ വനിതകളിൽ 72% പേരും ഡിഗ്രിയോ അതിനു മുകളിലോ വിദ്യാഭ്യാസം നേടിയവരാണ്. പ്രവാസികളായ പുരുഷന്മാരിൽ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയത് 34% പേർ മാത്രമാണ്. കുടുംബസമേതമുള്ള കുടിയേറ്റങ്ങളും വർദ്ധിക്കുന്നു. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രവാസികളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്ത് പോകുന്നതിൽ മുന്നിൽ കോട്ടയവും പിന്നിൽ മലപ്പുറവുമാണ്. അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ 10 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കേരളത്തിൽ 5ൽ 1 കുടുംബവും സ്ത്രീകൾ ചുമതല വഹിക്കുന്നതായതിന് പ്രധാന കാരണവും പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ്. 2,16,893 കോടി രൂപയാണ് കേരളത്തിൽ 2023 ലഭിച്ച നിക്ഷേപമെന്ന് പ്രവാസി സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ആകർഷകമായ ജോലികളിലൊന്ന് IT മേഖലയാണ്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് IT കമ്പനികളിൽ നിന്ന് സ്ത്രീ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുന്നു എന്നാണ്. കോവിഡ് കാലത്തിന് ശേഷമാണ് വലിയ തോതിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര IT കമ്പനികളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. ഇൻഫോസിസ്, TCS, വിപ്രോ, LTI മൈൻട്രി, HCL ടെക് തുടങ്ങിയ കമ്പനികളിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവുണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 25,000 സ്ത്രീ ജീവനക്കാരാണ് കുറഞ്ഞത്. സ്റ്റാഫിംഗ് സ്ഥാപനമായ എക്സ്ഫെനോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കോവിഡ്-19 തുടക്ക സമയത്ത് IT മേഖല തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 മാർച്ച് മുതൽ 2023 മാർച്ച് വരെ IT കമ്പനികളിലെ സ്ത്രീകളുടെ എണ്ണം 3,74,000 നിന്നും 5,40,000 വർദ്ധിച്ചിരുന്നു. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകളുടെ എണ്ണം 5,15,000 കുറഞ്ഞു. കണക്കുകളനുസരിച്ച് 2020-നും 2024-നും ഇടയിൽ മൊത്തം സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 1,41,000 വർദ്ധിച്ചിരുന്നു. എന്നാൽ ലിംഗ അനുപാതം 0.9% മാത്രമേ വർദ്ധിച്ചിരുന്നുള്ളൂ. കോവിഡ്-19 മുൻപുള്ള വർഷങ്ങളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിൽ 1.56% വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ലിംഗ അനുപാതം 34.32% വരെ എത്തിയിരുന്നു. എന്നാൽ അത് 34.26% കുറഞ്ഞതായാണ് കണ്ടെത്തൽ. പ്രമുഖ ഡൈവേഴ്സിറ്റി, ഇൻക്വിറ്റി,
ഇൻക്ലൂഷൻ സൊല്യൂഷൻസ് കമ്പനിയായ അവതാർ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നേതൃസ്ഥാനത്തേക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവുണ്ടായിട്ടുണ്ട്. കമ്പനികളിലെ താഴ്ന്ന തസ്തികകളിൽ 35% ലിംഗാനുപാതം നിലനിൽക്കുമ്പോൾ കമ്പനികളുടെ മുകൾ തട്ടിൽ 17% ലിംഗാനുപാതം. കരിയറിൽ ഉയർച്ച ആഗ്രഹിച്ച് ഒരു മേഖലയിൽ ജോലി തിരഞ്ഞെടുത്തിട്ടും അതിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ എല്ലാ കാലവും ഒരേ നിലയിൽ തുടരുന്നത് ആരെയും തളർത്തുമെന്ന് അവതാർ ഗ്രൂപ്പിന്റെ സ്ഥാപകയും പ്രസിഡന്റുമായ സൗന്ദര്യ രാജേഷ് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ IT കമ്പനികളിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം നിലവിൽ 26%. മറ്റ് തൊഴിൽ മേഖലകളിൽ 21% ഈ നിരക്ക്. കുടുംബപരമായും മറ്റുള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയും ഒപ്പം ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നാണ് വിവരം. IT മേഖലയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ പല കമ്പനികളും നടപ്പാക്കുന്നുണ്ട്. അതേസമയം ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ലെന്ന വസ്തുതയും സൗന്ദര്യ രാജേഷ് ചൂണ്ടിക്കാട്ടി. ജീവിതഘട്ടങ്ങളിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന നടപടികൾ മുന്നോട്ട് വെച്ചും അവർക്ക് തൊഴിലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിയും മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീകളെ IT മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ടീം ലീസ് ഡിജിറ്റലിലെ ബിസിനസ് മേധാവിയായ കൃഷ്ണ വിജ് അഭിപ്രായപ്പെട്ടു. ഇതോടെ മോർണിംഗ് വൈബ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വാർത്തകൾക്കായി തുടരുക. നമസ്കാരം.